രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലെയും അസംഘടിത മേഖലയിലെ അവിദഗ്ധ, അർദ്ധവിദഗ്ധ, വിദഗ്ധ തൊഴിലാളികളുടെ മിനിമം കൂലി വർദ്ധിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ഉത്തരവായി. കെട്ടിട നിർമ്മാണം, ലോഡിംഗ് അൺലോഡിംഗ്, വാച്ച് ആൻഡ് വാർഡ്, സ്വീപ്പിംഗ്, ക്ലീനിംഗ്, ഹൗസ് കീപ്പിംഗ്, മൈനിംഗ് തുടങ്ങി വിവിധ മേഖലകളിലെ തൊഴിലാളികൾക്ക് പുതുക്കിയ കൂലി നിരക്കിൻ്റെ പ്രയോജനം ലഭിക്കും. അവിദഗ്ധ തൊഴിലാളികളുടെ പ്രതിമാസ വേതനം 20,358 രൂപയും അർദ്ധവിദഗ്ധ തൊഴിലാളികളുടെ പ്രതിമാസ വേതനം 22,568 രൂപയും വിദഗ്ധ തൊഴിലാളികളുടെ വേതനം 24,804 രൂപയുമാക്കിയാണ് ഉയർത്തിയത്. അവിദഗ്ധ തൊഴിലാളിക്ക് പ്രതിദിനം 783 രൂപയും അർദ്ധവിദഗ്ധ തൊഴിലാളിക്ക് 868 രൂപയും വിദഗ്ധ തൊഴിലാളിക്ക് 954 രൂപയും ലഭിക്കും. തൊഴിലാളികളുടെ കുറഞ്ഞ കൂലി നിരക്ക് 1035 രൂപയായാണ് ഉയർത്തിയത്. തൊഴിൽ മന്ത്രാലയത്തിന്റെ അറിയിപ്പനുസരിച്ച് വർദ്ധിച്ചു വരുന്ന ജീവിത ചെലവ് നേരിടാൻ തൊഴിലാളികളെ സഹായിക്കാനാണ് ഈ മാറ്റം. നിരക്കുകൾ 2024 ഒക്ടോബർ 1 മുതൽ പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു. ഏരിയ എ എന്ന വിഭാഗത്തിൽ വരുന്ന സ്ഥലങ്ങളിൽ നിർമ്മാണ രംഗത്തെയും ശുചീകരണ രംഗത്തെയുമൊക്കെ അവിദഗ്ധ തൊഴിലാളികൾക്ക് പ്രതിദിനം 783 രൂപയാണ് ഇനി മിനിമം വേതനം. പ്രതിമാസം 20,358 രൂപയായിരിക്കും ശമ്പളത്തുക. നൈപുണ്യമുള്ള തൊഴിലാളികൾക്ക് പ്രതിദിനം ഇനി 868 രൂപ നൽകണം. പ്രതിമാസം 22,568 രൂപയാണ് ഇവരുടെ കുറഞ്ഞ ശമ്പളത്തുക. അതേസമയം വിദഗ്ധ തൊഴിലാളികൾ, ക്ലർക്കുമാർ എന്നിവർക്ക് പ്രതിദിനം 954 രൂപ, അതായത് പ്രതിമാസം 24,804 രൂപ എന്നിങ്ങനെയാണ് ഏറ്റവും കുറഞ്ഞ ശമ്പളത്തുക നൽകേണ്ടത്. ഉയർന്ന വൈദഗ്ധ്യമുള്ള തൊഴിലാളികൾക്കും സായുധ സേനയിൽ നിന്ന് വിരമിച്ച സെക്യൂരിറ്റി ജീവനക്കാർക്കും പ്രതിദിനം 1035 രൂപ നൽകണം. പ്രതിമാസം 26,910 രൂപയായിരിക്കും ഇനി ഏറ്റവും കുറഞ്ഞ തുക. 2024 രണ്ടാമത്തെ വേതന പരിഷ്കരണമാണിത്. വിവിധ വിഭാഗങ്ങളിലെ നിരക്ക് വർധന ഇങ്ങനെയാണ്. ഉയർന്ന വൈദഗ്ധ്യമുള്ള തൊഴിലാളികൾക്കും സായുധ ഗാർഡുകൾക്കും പ്രതിദിനം 1035 രൂപ, അതായത് പ്രതിമാസം 26,910 രൂപ. വിദഗ്ധ തൊഴിലാളികൾക്ക്, അതായത് ക്ലറിക്കൽ, സെക്യൂരിറ്റി ഉൾപ്പെടെയുള്ള തൊഴിലാളികൾക്ക് പ്രതിദിനം 954 രൂപ, പ്രതിമാസം 24,804 രൂപ. അർദ്ധവിദഗ്ധ തൊഴിലാളികൾക്ക് പ്രതിദിനം 868 രൂപ, അല്ലെങ്കിൽ പ്രതിമാസം 22,568 രൂപ. അവിദഗ്ധ തൊഴിലാളികൾക്ക്, അതായത് തൂത്തുവാരൽ, വൃത്തിയാക്കൽ, ലോഡിംഗ് അൺലോഡിംഗ് തൊഴിലാളികൾക്ക് പ്രതിദിനം 783 രൂപ, അല്ലെങ്കിൽ പ്രതിമാസം 20,358 രൂപ. 1948 മിനിമം വേതന നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് അവരുടെ അധികാരപരിധിയിൽ വരുന്ന മേഖലകളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ കുറഞ്ഞ ശമ്പളം നിശ്ചയിക്കാം. ആവശ്യമെങ്കിൽ വേതനം പരിഷ്കരിക്കാനും അധികാരമുണ്ട്. ഈ വർഷം ഏപ്രിലിലാണ് സർക്കാർ അവസാനമായി മിനിമം വേതനം വർദ്ധിപ്പിച്ചത്. സെക്ടർ, വിഭാഗങ്ങൾ, പ്രദേശം എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള മിനിമം വേതന നിരക്കുകളെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ ലേബർ കമ്മീഷണറുടെ സെൻട്രൽ വെബ്സൈറ്റിൽ, അഥവാ www.clc.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു.